ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് എല്ലാവരും കൂടി ഇതേ പാലൊക്കെ കുടിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ അടുക്കളയിലേക്ക് പോയപ്പോൾ അമ്മ തകൃതിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ പെട്ടെന്ന് പോയി ബ്രഷ് ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ഉണ്ട്, അതും കൂടെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞേരെ പിന്നെ നേരെ ചെന്നത് കുറച്ച് അലക്കാനും മാറിയിടാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് വേഗം അങ്ങോട്ട് ചെയ്തു. കാരണം കുറച്ച് വെയിലാകുമ്പോഴത്തേക്ക് പിന്നെ മുറ്റത്ത് നിൽക്കാനേ പറ്റില്ല, അത്രയ്ക്ക് വെയിൽ വരും. അപ്പോൾ ആ സമയത്തിന് വെയിലിന് മുന്നേ ആയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ പണി തീർത്ത് കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. രാവിലെ തന്നെ കുളിക്കുന്നത് ഒരു പ്രത്യേക ഐശ്വര്യമാണ് അല്ലേ? പക്ഷേ ഈ ഐശ്വര്യമാണ് എന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഇടയ്ക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഈ രാവിലെ തന്നെയുള്ള കുളി. പിന്നെ ദേ നീലു അപ്പോൾ എന്നെ കണ്ടപ്പം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ദേ ഇതാണ് ആദ്യം തന്നെ അപ്ലൈ ചെയ്തതും പോൺസിൻ്റെ മോയ്സ്ചറൈസർ. അപ്പോൾ അവൾ ഇതേ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ കാണുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പത്തിരി ആയിരുന്നു. പത്തിരിക്ക് പപ്പടം ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തില്ല. ഞാൻ എടുത്തത് സോയാബീൻ ആയിരുന്നു. സോയാബീൻ ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ വെച്ചിട്ട് സോയാബീൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ വീട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു. മക്കൾസിനൊക്കെ രസമായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചേരം നേരെ പോയി അങ്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള തേങ്ങയൊക്കെ ചെരുകി തേങ്ങാപ്പാലാക്കാൻ പോവുകയാണ്. അങ്ങനെ അങ്കറി ഉണ്ടാക്കുന്ന ഇടയിൽ കൂടെ കിളിക്കുട്ടി വന്നിട്ടുണ്ട്. കിളിക്കുട്ടി അമ്മയും കൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. ആ സമയത്ത് കിളിക്കുട്ടി എൻ്റെ അടുത്തേക്ക് ചാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്യാമറയിൽ കാണിച്ച് കിളിക്കുട്ടിയായിട്ട് ചുമ്മാ അങ്ങനെ കളിപ്പിക്കുന്നുണ്ട്. ആൾ നല്ല ഹാപ്പിയാണ് അങ്ങനെയൊക്കെ കളിച്ചപ്പം. അങ്ങനെ കിളിക്കുട്ടി അടുക്കളയിൽ ഓരോന്നൊക്കെ ചുറ്റുഭാഗമൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ അങ്കറിയൊക്കെ ഉണ്ടാക്കി മക്കൾസിന് ഫുഡൊക്കെ കൊടുത്തു. അതിനിടയിലൊന്ന് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുളിപ്പിച്ച് ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞേരം ഞാൻ മൂന്നാളെ അങ്ങോട്ട് ഉറക്കി കേട്ടോ. പിന്നെ ഉറക്കി കഴിഞ്ഞേരം ഞാൻ ഈ മസാലക്കടലല്ലേ ഇത് കഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. കിടന്നിട്ട് സ്നാക്സ് ഓരോന്നൊക്കെ എടുത്ത് കഴിച്ചിട്ട് ഒരു 12:30 12:45 ആയിട്ടുണ്ടാവണം. പിന്നെ 1 മണിയൊക്കെ ആയതിനു ശേഷമാണ് ചോറ് കഴിച്ചത്. ചോറിന് മീൻ പൊരിച്ചതും സാമ്പാറും ഉണ്ടായിരുന്നത്. രാവിലത്തെ സോയാബീൻ ഫ്രൈ ആണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ അതെല്ലാം കൂട്ടി ചോറ് അങ്ങോട്ട് കഴിച്ചു. പിന്നെ എല്ലാവരും കൂടെ സിറ്റ് ഔട്ടിലിരുന്ന് ഇങ്ങനെ കഥ പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും കൂടെ ഇങ്ങനെ മക്കൾസ് സിറ്റ് ഔട്ടിലിരുന്ന് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നുണ്ടേ. അപ്പോൾ ഒരു 5 5:30 കൂടി ഞാനും കിളിക്കുട്ടിയും കൂടി ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ, റിലേറ്റീവ് കൂടിയാണ്. അപ്പോൾ അവിടേക്കൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പോണത്. അവൾ അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ സംസാരിച്ചൊക്കെ ഇരിക്കാൻ. പെട്ടെന്ന് എനിക്ക് കിട്ടിയ ചായയും മസാല ബിസ്ക്കറ്റുമാണ് കേട്ടോ ഇത്. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ചുമ്മാ ഓരോന്നൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. അവിടെ ഒരു ചെറിയൊരു കുഞ്ഞു ഊഞ്ഞാലൊക്കെ ഉണ്ട്. ആ ഊഞ്ഞാലിൽ കിളിക്കുട്ടി ആടുന്നുണ്ട്. പിന്നെ അമ്മയും നീമോളൂടെ അവിടെ വല്യമ്മേൻ്റെ അടുത്ത് എന്തോ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വീട്ടിലെത്തി രണ്ടാമതൊരു ചായയും കൂടി കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം.